നമുക്ക് പത്രത്തിലൂടെ ഒന്ന് പോകാം. പത്രവാർത്തകളുമായി മനു ഭാരതി ചേരുകയാണ്. മനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ പത്രങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ ആളുകൾക്ക് വലിയ താല്പര്യമുളവാക്കുന്ന വാർത്തകൾ കൊണ്ട് നിറയുകയാണ്. കാരണം താരങ്ങളെ സംബന്ധിച്ചും അവരുടെ ചില വിവരങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളിലും നിറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രധാന വാർത്ത സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം തന്നെയാണ്. മനോരമ പക്ഷേ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയാണ്. ഏകീകൃത പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ചുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി മലയാള മനോരമ ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. അതിൽ സംസ്ഥാന സർക്കാരിന് അത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന കാര്യം അത് പരിശോധിക്കുന്നു. ആ വിവരമാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കീഴിൽ 3.25 ലക്ഷത്തോളം ആളുകളാണ് വരുന്നത്. പങ്കാളിത്ത പെൻഷൻ 2 ലക്ഷത്തോളം ആളുകൾ അതിന് കീഴിൽ വരുന്നു. ഇത്രയും ആളുകളെ ബാധിക്കുന്ന ഒരു സുപ്രധാനമായ വിഷയമാണ് ഈ പെൻഷൻ എന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമ്മർദ്ദം സർക്കാരിന് മുകളിലുണ്ട്. മാതൃഭൂമി പക്ഷേ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. മാനം കാക്കാൻ അന്വേഷണം, രാജി എന്ന തരത്തിൽ നൽകിയിരിക്കുന്നു. പുതിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. IG സ്പർജൻ കുമാറാണ് ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. അത് സംബന്ധിച്ച് 4 വനിതകളും അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്ന വിവരം വരുന്നു. അപ്പം ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മാതൃഭൂമി വളരെ വ്യത്യസ്തമായൊരു വാർത്ത ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ ഉള്ള ഈ പൊക്കം കുറഞ്ഞ പശുക്കളെ വളർത്തുന്ന ഒരു കൃഷ്ണം രാജുവിൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ഒന്നാം പേജിൽ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരറിയാൻ പോലീസ് സംഘം എന്ന നിലയിൽ കേരള കൗമുദി വലിയ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിരിക്കുന്നു. സ്ത്രീകളോടുള്ള അതിക്രമം വെച്ചുപൊറുപ്പിക്കില്ല എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാര്യവും അവർ കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ തന്നെ വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് പകരം ബാബുരാജ് സ്ഥാനം ഏറ്റെടുത്തതാണ് മറ്റൊരു പ്രധാന വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ വെങ്കടേഷ് അതിന് മേൽനോട്ടം വഹിക്കും എന്ന വിവരം, അത് അവരുടെ ചിത്രങ്ങളടക്കം അന്വേഷണ സംഘത്തിന്റെ ചിത്രങ്ങളടക്കം സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദേശാഭിമാനി അവരുടെ ഒന്നാമത്തെ പേജ് നിറച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഉൾപേജിൽ നമുക്ക് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന ചില വാർത്തകളും ഉൾപേജിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ എൽദോസ് കുന്നപ്പള്ളി മുതൽ വിൻസെന്റ് വരെയുള്ള MLA-മാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പറയുന്നു. ഇത്രയും കേസുകളിൽ പ്രതികളായവരാണ് ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നത് എന്ന ആരോപണവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നു. ഇനി അണിയറയിൽ നടന്നത് എന്തെന്നറിയാൻ പോലീസ് നീക്കം നടത്തുന്നു എന്ന് മംഗളം വാർത്ത നൽകിയിരിക്കുന്നു. അമ്മയറിയാൻ രാജിക്ക് തയ്യാറായി മോഹൻലാലും എന്ന ഒരു തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയും മംഗളം ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. വാളെടുത്ത് വനിതകൾ, കളം ഒഴിഞ്ഞ് സിദ്ദിഖും രഞ്ജിത്തും എന്നാണ് മംഗളത്തിൻ്റെ തലക്കെട്ട്. അതേസമയം ഈ ഹിസ്ബുൾ അതിൻ്റെ ആക്രമണം ആണ് പ്രധാനമായും ഹിന്ദു തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ലെബനൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ആക്രമണം സംബന്ധിച്ച് ഒന്നാമത്തെ പേജിൽ ഹിന്ദു നൽകിയിരിക്കുന്നു. പക്ഷേ ഒപ്പം തന്നെ സിദ്ദിഖിന്റെ രാജിയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിന്റെ സ്ഥാനമൊഴിയിലും ഒക്കെ ഹിന്ദുവും വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളും ഹിന്ദു അവരുടെ ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രഞ്ജിത്ത് സിദ്ദിഖിന്റെ വാർത്തകൾ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നാമത്തെ പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന, സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് ആക്ട് ഓൺ ക്രൈം അഗെയിൻസ്റ്റ് വുമൺ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. അന്താരാഷ്ട്ര വാർത്ത എന്ന നിലയിൽ ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുളിൻ്റെ ആക്രമണം, ഗാസയിൽ അതായത് മെഡിറ്ററേനിയൻ കടൽ ഇനിയും ശാന്തമാകില്ല എന്ന സൂചനകൾ നൽകുന്ന ഈ വാർത്തകൾ കൂടി ദ ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിനിമാ രംഗത്ത് നിന്ന് ഉയർന്നു വരുന്ന വാർത്തകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.